ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് വേറൊരു കാര്യമല്ല, ഇതുപോലെ തന്നെ കമൻറ്റ് റിയാക്ഷൻ പോലെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇച്ചാപ്പി ദ വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബറെ എല്ലാവർക്കും ഏറെക്കുറെ അറിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സിൽ ഒരാളാണ് കേട്ടോ ഇച്ചാപ്പി. ഇച്ചാപ്പീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചാപ്പിയുടെ തുടക്കം മുതലുള്ള ഉള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം കുഞ്ഞ് വീട്ടിൽ തുടങ്ങിയതാണ് ഇച്ചാപ്പിയുടെ ഒരു യൂട്യൂബ് ചാനൽ, യൂട്യൂബ് ജേണി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തൊട്ട് പുതിയ വീടിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായി. ഇപ്പോൾ ദാ ഇച്ചപ്പിയുടെ കല്യാണമാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇച്ചപ്പിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്ന് ഇച്ചപ്പിയുടെ കല്യാണത്തിൻ്റെ തലേന്നത്തെ റിസപ്ഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഡ്രസ്സിനെ പറ്റിയിട്ടാണ് നെഗറ്റീവ് വന്നേക്കുന്നത്. ഡ്രസ്സ് പുള്ളിക്കാരി ഇട്ടേക്കുന്നത് ഇവിടെ വരെയുള്ളൊരു, ഇവിടം തൊട്ട് താഴോട്ടുള്ളൊരു ഗൗൺ മോഡൽ ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ചിലപ്പം ഞാൻ പറയട്ടെ, പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ഓരോ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും കാണും. അതൊക്കെ ശരി തന്നെ. പക്ഷേ നമുക്കെന്ന് പറയുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ, ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ ആഗ്രഹം കാണുമല്ലോ. നമ്മളുടെ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പം ഒരു സ്വപ്ന സാക്ഷാത്കാരോ കല്യാണം എന്നൊക്കെ പറയുമ്പം, അതിപ്പോൾ റിസപ്ഷൻ ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, കല്യാണം കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു ടൈമായിരിക്കും. അതിന് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണും. എൻ്റെ ഡ്രസ്സിങ് ഇന്ന രീതിയിൽ ചെയ്യണം, എൻ്റെ മേക്കപ്പ് ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സ്വപ്നം കാണും, ഒരുപാട് ആഗ്രഹിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇച്ചപ്പിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗൗൺ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. കാരണം നമുക്ക് പ്രത്യേകിച്ച് തോന്നേണ്ട ആവശ്യമില്ല. കാരണം നമ്മളല്ല അത് ഇടുന്നത്. ഈ ഇടുന്നവരുടെ കംഫർട്ടാണ് നോക്കേണ്ടത്. ഇപ്പം എനിക്കൊരു ഡ്രസ്സ് ഇടുവാണെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ ഡ്രസ്സിൽ കംഫർട്ടബിൾ ആണോ, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഇപ്പം ഇച്ചാപ്പിയുടെ ആ ഒരു ഡ്രസ്സെന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൻപുറങ്ങളിലൊന്നും അത് ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ജീവിച്ചു വരുന്ന, അല്ലെങ്കിൽ അവർ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കും. കൈയില്ലാത്ത ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു അവൾ പോന്നാണ്ടോ ഇങ്ങനൊരു ടോക്കായിരിക്കും അവിടെ വരുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ആ കുട്ടിയുടെ അത്രയ്ക്കും ആഗ്രഹിച്ച് നടത്തുന്ന ഒരു സംഭവമാണ് അവളുടെ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചപ്പി എന്ന് പറയുമ്പം ഒരു പാവം പിടിച്ചൊരു കൊച്ചാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. അവളുടെ സംസാരമാണെങ്കിലും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. അപ്പോൾ നമ്മളുടെ വീട്ടിലെ ഒരു കുഞ്ഞനിയത്തിയുടെ കല്യാണം എന്ന രീതിയിൽ കണ്ട് അവൾക്ക് അവളുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുമ്പോൾ നമ്മളതിന് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടുന്നത്. അവളുടെ ഇഷ്ടത്തിന് അവൾ ഡ്രസ്സ് ചെയ്ത് മേക്കപ്പും ചെയ്ത്, മേക്കപ്പിനൊന്നും ആരൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു, മേക്കപ്പൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവളുടെ ഓൾ ലുക്കെന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്ത് അവളെ ഹാപ്പി ആക്കുകയല്ലേ വേണ്ടുന്നത്. അവളുടെ ജീവിതത്തിലെ ഒരു വലിയ ഒരു കാര്യമാണ് കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അവൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ അവളെ വിഷമിപ്പിക്കാതെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടുന്നത്. അപ്പോൾ എനിക്ക് ആ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ ശരിക്കും വിഷമമായി കേട്ടോ. കാരണം അവൾ അത്രയ്ക്ക് ആഗ്രഹിച്ച് എന്താ പറയുക, ചെയ്ത് എടുത്ത് ഇട്ടതായിരിക്കുമല്ലോ ആ ഒരു ഡ്രസ്സ്. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആ കുട്ടിക്ക് അത് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഇഷ്ടം. അതാണ് നോക്കേണ്ടത്. അവൾ കംഫർട്ടബിൾ ആണോ, അവൾ ഓക്കെ ആണോ എന്നാണ് നോക്കേണ്ടത്. അവൾ ഓക്കെ ആണ് ആ ഒരു ഡ്രസ്സിൽ, അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അടിപൊളിയായിട്ട് നിന്ന് റിസപ്ഷനൊക്കെ നടത്തി, അടിപൊളിയായിരുന്നു. കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി. ഈ ചപ്പി ഹാപ്പി മാരീഡ് ലൈഫ്, ഒരു അടിപൊളി ലൈഫ് ആയിക്കട്ടെ. അപ്പുവും അടിപൊളിയാണ്. രണ്ടുപേരും എന്താ പറയുക, ഒരുപാട് കാലം സന്തോഷമായിട്ടും ഒരുമിച്ച് ജീവിക്കാനായിട്ടും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് ഇച്ചാപ്പി ആൻഡ് അപ്പു.